ഇപ്പോൾ കൊടുത്ത ഒരു ഹൈലൈറ്റ് ഇല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂ ആകാശത്തിൻ്റെ റിഫ്ലക്ഷൻ. അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അത് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ചിത്രമായിട്ട് ലൈഫ് വന്നപോലെ തോന്നി. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അല്ലാപ്രേമ മെത്തേഡിൽ ലൈവ് പോർട്രേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എങ്ങനെയാണ് ലൈക്ക്നെസ് പോർട്രേറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ മോഡലിനെ പരിചയപ്പെടാം. അരുൺ രാമേന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനാണ് AP രാമചന്ദ്രൻ. നന്നായി എഴുതും, നന്നായി പാടും, കുറച്ചൊക്കെ വരക്കും, പിന്നെ പൊതുവെ ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഞങ്ങൾ നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഞാൻ ഫേസ്ബുക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് തുടങ്ങാം. പോർട്രേറ്റിനെ കുറിച്ച് പറയുമ്പോൾ പോർട്രേറ്റ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ് എനിക്ക് വളരെ ചെറുപ്പം മുതലേ എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വെറുതെ ബ്ലഫ് ചെയ്യല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് പോർട്രേറ്റ് പെയിൻറ്റിങ് ചെയ്തത്. അതായത് ഡ്രോയിങ് ആണ്. നമ്മൾ സ്കൂളിലൊക്കെ ക്ലാസ്സിൽ ചുമരമ മറ്റേ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ടാവില്ലേ, അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ചിത്രമായിരുന്നു തൂക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം നന്നായെന്ന് എനിക്കറിയില്ല, പക്ഷേ അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് മെമ്മറി, പോർട്രേറ്റ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്തതായിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ അന്ന് മുതലുള്ള എനിക്കൊരു ആഗ്രഹമാണ് പോർട്രേറ്റ് പെയിൻറ്റിങ് ലൈവൊക്കെ ആൾക്കാർ ചെയ്യണം എന്നുള്ളത്. അത് വളരെ ഏതൊരു ആഗ്രഹം. ഇതുപോലെ തന്നെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഒരു ആർട്ട് എന്തൂസിയാസ്റ്റും ഒട്ടുമിക്ക എല്ലാവരും വരച്ചിട്ടുണ്ടാകും പോർട്രേറ്റ്. ആരും വരച്ചിട്ടില്ലെന്നാണ്. പിന്നെ നമ്മുടെ ലൈഫിലൊരു സാഹചര്യം നമ്മൾ ഗിവ് അപ്പ് ചെയ്യണതാണ്. അപ്പോൾ ലൈക്ക്നെസ് എന്നുള്ളത് ഒരു വലിയൊരു എന്താ പറയുക അച്ചീവ്മെൻ്റാണ് നമുക്ക് പോർട്രേറ്റിൽ ചെയ്യാൻ നോക്കുമ്പോൾ. ഇപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ ഞാൻ കുറേ മയക്കുന്നുണ്ട്. ഇപ്പോൾ ഓയിൽ പെയിൻ്റ് ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഓയിൽ പെയിൻറ്റ് ഡ്രൈ ആൻ ടൈം എടുക്കുന്നവരെ നമുക്കത് എറേസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇനീഷ്യലി ലൈക്ക്നെസ്സിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക വെച്ചാൽ, ആദ്യം ഷാഡോ ഭാഗം ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതിലുപരിയായിട്ട് നമ്മൾ ലൈഫിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ മോഡലിൻ്റെ മുഖത്തേക്ക് ലൈറ്റ് എവിടെ നിന്നാണ് ഹിറ്റ് ചെയ്യുന്നത്, ഏതാണ് ലൈറ്റ് സോഴ്സ് വാം കളറാണോ അതോ കൂൾ കളറാണോ. ഇപ്പോൾ ഈ സെറ്റപ്പിൽ റൂമിലത്തെ ലൈറ്റ് ഉണ്ട് ഇടത്തെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിലുപരിയായിട്ട് മോഡലിൻ്റെ ഗ്ലാസ്സിൽ കാണാൻ ഒരു പെയിൽ ബ്ലൂ ആയിട്ടുള്ള കളറിൻ്റെ റിഫ്ലക്ഷൻ, ആകാശത്തിൻ്റെ റിഫ്ലക്ഷൻ ജനലിലൂടെ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ഒബ്സർവേഷൻ. അതായത് ഒരു ഇനീഷ്യൽ തന്നെ പോയിട്ട് ഞാൻ ആ ഡീറ്റെയിൽ എല്ലാം ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ആദ്യം വലിയ ഷേപ്പുകളാണ് ചെയ്യുന്നത്, ഫേസിൻ്റെ ഷേപ്പാണ് ചെയ്യുന്നത്. ഇപ്പോഴും കണ്ണിൻ്റെ ഒക്കെ ചെറിയൊരു പോർഷൻ ഞാൻ ഹിൻഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് കണ്ണ് വരച്ചു തുടങ്ങി ഡീറ്റെയിൽസ് തുടങ്ങി വെച്ചാൽ ചിലപ്പോൾ ഈ ക്യാൻവാസിൽ കൊള്ളില്ല. ഇതെനിക്ക് പണ്ട് പലപ്പോഴും ഉണ്ടായ സംഭവമാണ്. നമ്മൾ ഭയങ്കര ഈഗറായിട്ട് സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ കണ്ണൊക്കെ ഭയങ്കര കിടിലായിട്ട് തോന്നുന്നുണ്ടാവും. പിന്നെ കുറച്ചൊന്നും മനസ്സിലാവുക ഈ ക്യാൻവാസ് പോരാണ്ടാവും അല്ലെങ്കിൽ ഈ പേപ്പർ പോരാണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ ചെറിയ ഡീറ്റെയിൽസ് തുടങ്ങുമ്പോൾ വലുതാക്കി വരുമ്പോൾ അത് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ പൊതുവേ ഇങ്ങനത്തെ സൈസിൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അത് 6 by 8 inches ആണ്. ഇപ്പോൾ കൊടുത്ത ഒരു ഹൈലൈറ്റ് ഇല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂ ആകാശത്തിൻ്റെ റിഫ്ലക്ഷൻ. അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അത് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ചിത്രമായിട്ട് ലൈഫ് വന്നപോലെ തോന്നി. അപ്പോൾ നമ്മുടെ മെയിൻ ലൈക്ക്നെസ്സിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഷാഡോ പോർഷൻ ഉണ്ടല്ലോ അത് ഫസ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഷാഡോ പോർഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്യാരക്ടർ റിവീൽ ആവും. നമ്മൾ ഹ്യൂമൻസ് ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അവരുടെ ഷേപ്പ് അനുസരിച്ചിട്ടാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നത്, എനിക്ക് ലോങ് ഹെയർ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഒരു ദിവസം പോയിട്ട് ഇന്ന് ലോങ് ഹെയർ പോയി വെട്ടിയിട്ട് വന്നിട്ട് നാളെ എൻ്റെ കൂട്ടുകാരന് മുന്നിൽ ചെന്നാൽ ഡിസ്റ്റൻസിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല, അടുത്തുനിന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവില്ല. ആരും ചോദിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഷേപ്പ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് ചേഞ്ച് വന്നാൽ നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെയാണ് പെയിൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ക്യാരക്ടറിനും അവരുടേതായ യുണീക്കായിട്ടുള്ള ഷേപ്പ് സ്ട്രക്ചർ ഉണ്ടാവും. ഇപ്പോൾ അരുണിൻ്റെ അച്ഛനാണെങ്കിൽ നെറ്റ് നന്നായി കയറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അത് എക്സാജറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഓൾമോസ്റ്റ് അതുപോലെ തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യിച്ചിട്ട് ആ റിസംബ്ലൻസ് ഓൾമോസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റും അതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്പുട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വലിയ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഹാപ്പി പെയിൻറ്റിങ്.